വേദാന്ത്, നമുക്കൊന്ന് ശ്രേയ ഒന്ന് വിളിച്ചാലോ? അത് വേണ്ടാതി. അവള് നമ്മളെക്കാളും മൂത്ത ആളല്ലേ. നമ്മള് ചേച്ചി നല്ലേ വിളിക്കാറ്. റൈറ്റ്. ഹേയ്, മീര ബെറ്റർ ഓപ്ഷൻ അല്ലേ? അയ്യോ, അത് വേണ്ട. അവളെ കല്യാണം ഇപ്പൊ സെറ്റായിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ കാരണം വല്ല പ്രശ്നം ഉണ്ടായാ ആ കുട്ടിയുടെ കല്യാണം എങ്ങാനും മുടങ്ങിപ്പോയാലോ? അത് ശരിയാണല്ലേ. വേറെ പരിചയമുള്ള ആരോ ഉള്ളത്? എനിക്ക് ആരെ പരിചയം ഉണ്ടാവാൻ ആദി? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നീ അറിയാതിരിക്കോ? ആദി, വൺ മോർ തിങ്. എന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാൻ വരുന്ന ആ കുട്ടി ഇത് നാടകമാണെന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ അവർ രണ്ടുപേരും അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നമ്മളോട് വന്ന് സോറി പറയുന്നത് വരെ മാത്രമായിരിക്കണം ഈ അഭിനയം. ആൻഡ് ഓൾസോ ഈ ആക്ടിങ് കംപ്ലീറ്റ് ആയ പിന്നെ അവരുമായിട്ട് നമുക്കൊരു ബന്ധവും പാടില്ല. എന്താന്ന് വെച്ചാലേ ഇനി ആ തലവേദന കൂടെ വയ്യ. ഈ കണ്ടീഷൻസ് ഒക്കെ സമ്മതിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേര് വേണം. ഓക്കെ അല്ലേ? ഓക്കെ, ലെറ്റ് മീ ട്രൈ. യെസ് വേദാന്ത്, നിന്റെ ഗേൾഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യാൻ എനിക്കൊരാളെ കിട്ടി. കിട്ടിയോ? ആരാത്? അത് ഞാൻ ആരെന്ന് പറയില്ല. ആദ്യം ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. നീ പറഞ്ഞ കണ്ടീഷനൊക്കെ ഞാൻ അവരോടൊന്ന് പറയട്ടെ. എന്നിട്ട് ഗേൾഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യാൻ അവള് സമ്മതിച്ചാ ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. കമോൺ ആദി, എന്തിനാ എന്നോട് സസ്പെൻസ്? അത് ആരാണെന്ന് പറയൂ. വേദാന്ത്, നിനക്ക് എന്നോട് വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. ഗ്രേറ്റ്. ഗിവ് മീ എ മിനിറ്റ്. ഷുവർ. എടോ സുമേഷ്, ഇങ്ങോട്ട് വാടോ. പറയൂ ബോസ്. താൻ ഇവിടെ ഫോണും പിടിച്ച് ചൊല്ലിക്കൊണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞ കാര്യം വല്ലതും ആയോ? ബോസ്, മീനു എന്റെ പെണ്ണ. അവളെ ഇതുപോലുള്ള ഡ്രാമയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. സത്യം പറഞ്ഞ ഈ കാര്യം വല്ലതും പറഞ്ഞാലേ അവൾ എന്റെ തലയ്ക്ക് അടിക്കും. വാട്ട് നോൺസെൻസ് ഇഡിയറ്റ്. ഞാൻ പറയുന്നത് എന്താ, താൻ പറയുന്നത് എന്താ? വേറെ പെൺകുട്ടിയെ നോക്കിയെന്ന് ചോദിച്ചേ. അങ്ങനെയൊന്നും ചോദിക്കല്ലേ ബോസ്. ഇത്രയും നേരം ആ ഉണങ്ങിയ മരത്തണലിന് കീഴിൽ നിന്നോണ്ട് ആ കാര്യത്തിന് വേണ്ടി തന്നെ ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ ആരെയും കിട്ടിയില്ല. മര്യാദയ്ക്ക് താൻ ഞാൻ പറയുന്നത് ചെയ്തോ, ഇല്ലെങ്കിൽ ഈ വർഷത്തെ ഇൻക്രിമെന്റ് ഞാൻ കൂട്ടി തരില്ല. നെക്സ്റ്റ് മന്തിലെ സാലറി ഞാൻ കട്ട് ചെയ്യും. ബോസേ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു വലിയ കല്ലെടുത്ത് എന്റെ തലയിലേക്ക് അങ്ങിട്. അറ്റ്ലീസ്റ്റ് ബോസിന്റെ കമ്പനിയുടെ ഇൻഷുറൻസ് എങ്കിലും എന്റെ വീട്ടുകാർക്ക് കിട്ടുമല്ലോ. ഇങ്ങനെയൊന്നും പറയല്ലേ എന്റെ പൊന്നു ബോസേ. കേട്ടിട്ട് തല കറങ്ങും എനിക്ക്. ആരുടെയും കയ്യോ കാലോ പിടിച്ച് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാല് ഈ പെണ്ണ് കേസ് ആയതുകൊണ്ട് വല്ലതും നടക്കണ്ടേ ബോസേ? നീ ഗേൾഫ്രണ്ടിനെ അന്വേഷിക്കണോ വേബ്? എന്നേക്കാൾ മാച്ചിങ് ആയ ഗേൾഫ്രണ്ടിനെ നിനക്ക് എവിടുന്ന് കിട്ടാനാ? എന്നാലും നീ അവസാനമായിട്ട് ആ ഇഡിയറ്റ് സുമേഷിനെയാണോ ഇതിനൊക്കെ ഏൽപ്പിക്കുന്നത്? എന്നോട് നിനക്കൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? നീ പറയുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കൂടെ വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കില്ലായിരുന്നോ? ഒരിക്കലും വിടാനും പോകുന്നില്ല. ഇപ്പോഴും സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. നിനക്ക് ഇനിയും ചാൻസ് ഉണ്ട്. യു ജസ്റ്റ് സേ യെസ്, ഐ വിൽ ബി യുവർ ഗേൾഫ്രണ്ട്. എനിക്കെന്തോ സാർ അറിഞ്ഞോണ്ട് മനസ്സ് വെച്ച് ഒരു പെണ്ണിനെ കിട്ടുമെന്നുള്ള ചെറിയ പേടിയുണ്ട്. ഏയ്, അതിനൊന്നൊരു ചാൻസേ ഇല്ല. ആ കാര്യത്തിൽ നിനക്കെന്താ എത്ര ഗ്യാരണ്ടി? പാറു, എന്റെ വേദാന്തും പിന്നെ നിന്റെ സാറും വളരെ നല്ല ആളുകളാ. അവര് ഗുഡ് ലുക്കിംഗ് ആണ്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസും ഉണ്ട്. പക്ഷെ അവർ രണ്ടുപേരും ശരിക്കും ബോറിംഗാ. അവർക്ക് എവിടുന്നാ വേറെ പെണ്ണിനെ കിട്ടുന്നത്? അവരുടെ ക്വാളിറ്റി സ്വഭാവമൊക്കെ നമുക്ക് മാത്രമേ സഹിക്കാൻ പറ്റൂ. വേറെ പെണ്ണുങ്ങളാണെങ്കിൽ സഹിക്കും തോന്നുന്നുണ്ടോ? എല്ലാരും നമ്മളെ പോലെയാണോ? അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മുടെ എത്ര ക്ഷമയുണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല പാറു. ഇത് ഫാസ്റ്റ് യുഗ.
ഇവര് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ തന്നെ 1 വർഷം എടുത്തെന്ന് വരും. ആ സമയം കൊണ്ട് ആ പെൺകുട്ടികള് വേറെ ഏതെങ്കിലും നല്ല ചെറുക്കന്മാരുടെ കൂടെ പൊക്കോളും. അത് ശരിയാണല്ലോ അമ്മു. ഹലോ അനന്യ, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ആക്ച്വലി എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. നിന്റെ ഹെൽപ്പ് തന്നെ അനന്യ. എന്റെ ക്ലോസ് ഫ്രണ്ട് വേദാന്തിന്റെ ഗേൾ ഫ്രണ്ട് ആകാൻ പറ്റുമോ? എടാ ഹേയ്, ആക്ച്വലി വാട്ട് ഐ മെന്റ് ഈസ്, എടാ, ഇങ്ങനെയാണോ കാര്യം പറയുന്നേ? കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്ക്. ഇതാണ് കാര്യം. സോ അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല. മാത്രമല്ല, ആക്ട് ചെയ്യാൻ വരുന്നവരില് ഞങ്ങൾക്കൊരു വിശ്വാസം വേണമല്ലോ. ഐ ട്രസ്റ്റ് യു. അതുകൊണ്ടാ നിന്നോട് തന്നെ ഈ ഹെൽപ്പ് ചോദിച്ചത്. പ്ലീസ് ഡോണ്ട് മൈൻഡ്. കാലം പോയൊരു പോക്ക്. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കെട്ടാ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ എന്റെ ബോസ് ഒരു പെണ്ണിനെ കെട്ടാ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുക. ഈ നിൽക്കുന്ന പെണ്ണിനെ ബോസിന് സെറ്റാക്കി കൊടുത്താലോ? എന്നെ പോലെ ഇത്രയും വലിയൊരു ബുദ്ധിജീവി ഉള്ളപ്പോ ബോസിന് വിഷമിക്കേണ്ടി വരില്ല. ഇവളെ പറഞ്ഞ് പേടിപ്പിച്ച് സമ്മതിപ്പിക്കാം. ഇവളെന്താ നിലവിളിക്കാത്തെ? ഇനി ശരിക്കും പ്രേതം വല്ലതും ആയിരിക്കുമോ? Idiot. How dare you? I will kill you. ഏയ്, നീയായിരുന്നോ? നീയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ദൂരെ നിന്ന് കണ്ടപ്പോ തന്നെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചാണ് നിന്നെ. അല്ല, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്നെ നീ എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ കുത്തു ഞാൻ. ഓ, നിന്റെ കയ്യിലിരിപ്പിന് നിന്നോട് സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യമാ. എന്റെ ഉള്ളിൽ മൃഗത്തെ പുറത്തെടുപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഒന്നിനും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല. Idiot. ഇവളും ഒരു പെണ്ണ് തന്നെയാണല്ലോ. ഇവളെ വേണമെങ്കിൽ ഇവരിൽ ഒരാളുടെ ജോഡിയാക്കി മാറ്റാവല്ലോ. വെറുതെ പെൺപിള്ളേരുടെ പുറകെ നടക്കണ്ടല്ലോ. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടക്കുന്നത്? അതാ നല്ലത്. ചിലപ്പോ നിന്റെ ആദ്യ സാറിന് ഒരു പെണ്ണിനെ കിട്ടുമായിരിക്കും. പക്ഷെ എന്റെ വേദാന്തിന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഒരു പെണ്ണ് അടുത്തോടെ പോയാൽ തന്നെ ഇവൻ കിലോമീറ്റർ അപ്പുറത്തേക്ക് ഓടിപ്പോവും. അതുകൊണ്ട് ഇവന്മാരുമായിട്ട് ഒരു ബന്ധവും വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് പറഞ്ഞ് ഓടിപ്പോക്കോളൂ. താങ്ക്സ് അനന്യ, താങ്ക് യു സോ മച്ച്. ഗുഡ് ന്യൂസ് വേദാന്ത്. അനന്യ നിന്റെ ഗേൾ ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യുന്ന സമ്മതിച്ചു. താങ്ക് യു സോ മച്ച് ആദി. അയ്യോ പാറു, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ഞാൻ വെറുതെ ഫ്ലോയില് നിന്റെ സാറിന് വേറെ പെണ്ണിനൊക്കെ കിട്ടുമെന്ന് വെറുതെ പറഞ്ഞതല്ലേ. നിന്റെ സാറിനും ആരും കിട്ടില്ല. നിന്റെ സാർ ഒടുക്കത്തെ ബോറിംഗാ, ഹെവി സൈലന്റും. ഇന്നത്തെ കാലത്ത് കാശ് കൊടുത്താലും സംസാരിക്കുന്നുള്ള രീതിയിൽ കാണിച്ച ഏതെങ്കിലും പെണ്ണിന് ഇഷ്ടപ്പെടും തോന്നുന്നുണ്ടോ? ഡോണ്ട് വെറി, അവര് രണ്ടുപേരും ഈ ചലഞ്ചിൽ ജയിക്കൂന്നേ വിചാരിക്കണ്ട. ആണല്ലേ? കൈ കൊടുക്ക്. Idiot. എന്നെ തുടരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിരുന്നല്ലേ? നീ ഇങ്ങനെ ഇവിടെ നിന്ന് എന്റെ ബോസിനെ ഒളിഞ്ഞു നോക്കുന്നത് ബോസ് അറിഞ്ഞാൽ എന്താവുമെന്നറിയോ? ഹി ഹിറ്റ് യു, ഹി ചേസ് യു, ഹി കിൽ യു. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഹി വോണ്ട് ലീവ് യു. Whatever. നിന്റെ ബോസ് എന്തായാലും വലിയ ടെൻഷനിലാണല്ലോ. അവൻ പുതിയ ഗേൾ ഫ്രണ്ടിനെ അന്വേഷിച്ച് നടക്കുകയല്ലേ.
എന്നിട്ട് ഗേൾ ഫ്രണ്ടിനെ കിട്ടിയില്ലേ? ആ കാര്യങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ അറിയണ്ട. ഗേൾ ഫ്രണ്ടിനെ കിട്ടിയോ ഇല്ലയോ? മര്യാദയ്ക്ക് താൻ ഞാൻ പറയുന്നത് ചെയ്തോ, ഇല്ലെങ്കിൽ ഈ വർഷത്തെ ഇൻക്രിമെന്റ് ഞാൻ കൂട്ടി തരില്ല. നെക്സ്റ്റ് മന്തിലെ സാലറി ഞാൻ കട്ട് ചെയ്യും. സോറി മാഡം, മാഡം എന്നെ പലതും ഓർമ്മിപ്പിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണം. ആക്ച്വലി ഇപ്പോഴും പെണ്ണിനെ അന്വേഷിക്കുക, ഇതുവരെ ഒന്നിനെയും കിട്ടിയില്ല. വേദിന്റെ ഗേൾ ഫ്രണ്ട് ആകാൻ ഞാൻ എനി ടൈം റെഡിയാണ്. ഞാനും ഇത് ചോദിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിക്കുമായിരുന്നു. മാറ്ററിലേക്ക് എങ്ങനെ എത്തിക്കുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് തന്നെയാണല്ലോ. മേഡം, മേഡം തെറ്റിദ്ധരിക്കില്ല എന്നുണ്ടെങ്കിൽ മേഡത്തിന്റെ കയ്യില് ഞാനൊരൊറ്റ തവണ പിടിച്ചോട്ടെ. Stupid. താൻ എന്താടോ ചെയ്യുന്നത്? എന്റെ കൈ വിടടോ. ഇത് മേഡത്തിന്റെ കൈയല്ല, കാലായിട്ട് തന്നെ കാണണം. കല്ലായി പോയ അഹല്യെ ശ്രീരാമനാണ് മോക്ഷം കൊടുത്തത്. അതുപോലെ ഇവിടെ ശ്രീരാമനായ എന്റെ ബോസിന് മേഡം ഗേൾ ഫ്രണ്ട് ആയി വരണം, എന്നിട്ട് എനിക്ക് മോക്ഷം തരണം. ഈ ഉപകാരം ഞാൻ മരിക്കുന്നത് വരെ മറക്കില്ല. മേഡത്തിന് തിരിച്ചു ഉപകാരം ചെയ്യേണ്ട സമയത്ത് ഞാൻ എന്തായാലും ചെയ്തു തരും. എന്റെ ഭാഗത്തു നിന്നും മേഡത്തിന് എന്ത് സഹായവും ഉണ്ടാകും. മതി മതി, ഇത്രയൊന്നും ഇമോഷണൽ ആവേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ എന്റെ വേദാന്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അയ്യോ, ഇതിലും നല്ല മറ്റൊരു കാര്യം എന്താ ഉള്ളത്? എന്റെ ബോസിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് അറിയാമല്ലോ. അതുപോലെ മേഡത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാനിപ്പോ തയ്യാറാ. വേദാന്ത്, അനന്യ ആരാണെന്ന് നിനക്ക് അറിയില്ലായിരിക്കും അല്ലേ? ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അനന്യ എന്റെ ഫ്രണ്ടാ. ഈ ഡ്രാമ കഴിയുന്നത് വരെ നിന്റെ ഗേൾഫ്രണ്ട്. താങ്ക് യു സോ മച്ച് ആദി. നിന്റെ കാര്യം പോലും നോക്കാതെ നീ എനിക്ക് വേണ്ടി ഇത്രയും ഹെൽപ്പ് ചെയ്തില്ലേ. പക്ഷെ ഇപ്പോഴും എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ബട്ട് പ്രോമിസ്, നിനക്ക് പറ്റിയ നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും. ഐ നോ ദാറ്റ് വേദാന്ത്. പക്ഷേ ഇപ്പൊ ഇത്ര സമയം കഴിഞ്ഞില്ലേ? ഐ നോ ആദി. ഞാൻ സുമേഷിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവൻ എന്തായാലും നല്ലൊരു പെൺകുട്ടിയെ തന്നെ നിനക്ക് വേണ്ടി കൊണ്ടുതരും. കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സോ സുമേഷ് എന്തായാലും അത് ചെയ്യുന്ന ഉറപ്പാ. പിന്നൊരു കാര്യം, സുമേഷ് കൊണ്ടുവരുന്ന പെൺകുട്ടി കാണാൻ കൊള്ളില്ലെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മള് ഇതെങ്ങനെയെങ്കിലും സോൾവ് ആക്കാനല്ലേ നോക്കണ്ടേ. നിനക്ക് പറ്റി നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുവരാം, അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അത് നീയാ നോക്കണ്ടേ. ഈ പെണ്ണ് എന്റെ ബോസിന്റെ ലൈഫിൽ വില്ലനാകാൻ വന്നവളാ. ബോസിനെയും മേഡത്തിനെയും തമ്മിൽ തെറ്റിക്കാൻ നടക്കുക. ഇങ്ങനൊരു പെണ്ണിനെയാണ് ഞാൻ ഗേൾ ഫ്രണ്ട് ആകാൻ കൊണ്ടുപോകുന്നത്. കാര്യങ്ങൾ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആകും. എന്തായാലും അവള് ഗേൾ ഫ്രണ്ട് ആകാമെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് പണി കുറച്ച് കുറഞ്ഞു കിട്ടി. ഈ സമയം കൊണ്ട് എന്റെ ബോട്ടിൽ കളിയല്ലോ. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? മനു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഹായ് സാർ. ഹായ് മനു, നീ എന്താ ഇവിടെ? ചിപ്സ് കഴിക്കാൻ വേണ്ടി വന്നതാ. എടുക്ക. എന്നിട്ട് നിന്റെ ചേച്ചി അവിടെ കുറിച്ച് അവിടെ എന്താ ചെയ്യുന്നേ? അവരാണോ? അവരവിടെ മദ്യം കുടിച്ച് അവിടെ കറങ്ങി ഇരിപ്പുണ്ട്. മദ്യോ? അയ്യോ, പേടിക്കൊന്നും വേണ്ട. അവര് കുടിക്കുന്നത് ഈ മദ്യമല്ല, കൂൾ ഡ്രിങ്ക്സിനെ അവര് മദ്യമായിട്ട് സങ്കല്പിച്ചു. സാർ, സാറിന്റെ മൊബൈൽ എവിടെ? എന്തിനാ? സാറൊന്ന് തന്നേ. ഇതാണോ? വാവ്, ഇത് അടിപൊളിയാണല്ലോ സാർ. ഇതിൽ ഗെയിം കളിക്കാൻ പറ്റുമോ? പിന്നെന്താ, കളിക്കാലോ. എന്നാ ഗെയിം കളിച്ചോട്ടെ. നീ ചോദിച്ചപ്പോഴേ തോന്നി. കളിച്ചോ. താങ്ക് യു സാർ. പാസ്വേഡ് 143. വാ, അടിപൊളിയായിട്ടുണ്ട് സാർ. ചെക്കൻ നല്ല ആക്റ്റീവ് ആണോടാ? ആക്റ്റീവ് ഒക്കെയാണ്, പക്ഷെ നല്ല കുസൃതിക്കാരനാണ്. ഇവിടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലുണ്ടല്ലോ നല്ല പണി തിരിച്ചു കിട്ടും. ആരാ? എന്റെ ഭാര്യ. ഓ, ഹലോ, നീ എന്തേയാ അവിടെ? ഇപ്പൊ ആഹാരം കഴിച്ചതേ ഉള്ളൂ, എന്നിട്ട് കിടന്നു. ഇത്ര നേരത്തെ ആഹാരം കഴിച്ചോ? അതെന്താ, ആഹാരം കഴിക്കാനുള്ള സമയമല്ലേ ഇത്? ഓ ശരിയാ ശരിയാ, ഇത് ആഹാരം കഴിക്കാനുള്ള സമയം. നീ അവിടെ എന്ത് ചെയ്യാ പ്രീതു? ഒരു ഗ്ലാസ് തീർന്നു. എന്താ? അത് പിന്നെ ഞാനേ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതായിരുന്നേ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തീർന്നു എന്ന് പറഞ്ഞതാ. നീ
വെള്ളം തന്നെയാണല്ലോ കുടിക്കുന്നത്. പിന്നെ നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? എനിക്ക് ടെൻഷനൊന്നുമില്ല. ടെൻഷൻ ഇല്ലാന്നോ? ആരെ പ്രീതോ ഇവിടെ ചിരിക്കുന്നത്? അത് എന്റെ അളിയൻ ബെസ്റ്റ് ഫ്രണ്ട് വിക്കിച്ചേട്ടൻ വന്നിട്ടുണ്ട്. പുള്ളിയായിട്ട് സംസാരിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. ഓ, അപ്പൊ സ്നേഹമിത്രം രാത്രിയിലും ഉണ്ടല്ലേ? രണ്ടുപേരും ഒന്നിച്ചാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പാർട്ടി നടക്കുന്നുണ്ടാവുമല്ലോ. സത്യമായിട്ടുമില്ല. ഞാനിനി കുടിക്കില്ലെന്ന് നിന്നോട് പ്രോമിസ് ചെയ്തതല്ലേ? ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇത് ഞാൻ വിശ്വസിക്കണോ? പ്രോമിസ്. വേണമെങ്കിൽ ബ്രോഡ് തന്നെ ചോദിച്ചു നോക്ക്. ബ്രോ, ഞാൻ കുടിച്ചിട്ടുണ്ടോ? അതെന്താ അവള് അങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെ ഞാൻ സംസാരിക്കാം. അയ്യോ വേണ്ട വേണ്ട ബ്രോ, ഞാൻ തന്നെ സംസാരിച്ചോളാം. എന്റെ ഭാര്യയല്ലേ. നീ ബ്രോ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കുടിച്ചിട്ടേ ഇല്ല. സത്യാണോ പറയുന്നത് കള്ളാണോ പറയുന്നതെന്ന് ഒരു പിടിയുമില്ല. ഇല്ല മോളെ, നീ സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ശരി, വിശ്വസിക്കാതെ വേറെ വഴിയില്ലല്ലോ. അയ്യോ, എനിക്ക് ഇപ്പോഴും സമാധാനായത്. പിന്നെ അച്ഛനൊക്കെ സുഖല്ലേ? ഒരു പ്രശ്നമില്ല. ആ ശരി ശരി, കിടന്നു സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക്. എന്താ പറ്റിയത്? എന്തിനാ ഇത്ര പെട്ടെന്ന് കട്ട് ചെയ്യുന്നേ? ഒന്നും പറയാനില്ലേ? ഇനി എന്ത് പറയാനാ? ഇനി അത് എന്റെ വായിന്ന് തന്നെ കേൾക്കണോ? ഓ അതോ, അത് പിന്നെ എന്റെ അടുത്ത് ബ്രോ വിക്കി ഉണ്ടേ, അതുകൊണ്ട് എനിക്ക് ശരിക്കും നാണം വരുന്നുണ്ട്. നാളെ പറഞ്ഞാ മതിയോ? ആ ശരി, സൂക്ഷിക്കണേ. ശരി ശരി, എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, മിസ് യു. ഈ ഭാര്യമാർക്കേ മാറി നിന്നാൽ എന്തൊരു സ്നേഹമാണല്ലേ നമ്മളോട്. സത്യം. എന്റെ മൂടെല്ലാം പോകും. പ്രീതു, പക്ഷെ നമ്മള് ഭാര്യമാർക്ക് അടിമകളാകാൻ പാടില്ല, സ്നേഹിച്ച് നിൽക്കാനേ പാടുള്ളൂ. ആണോ? ആ, എന്തു വന്നാലും നിന്റെ സന്തോഷത്തിന്റെ താക്കോൾ അവളുടെ കൈ കൊടുക്കുകയാണ്. കൊടുത്താൽ എന്താ പറ്റുക? തലവേദനയായിരിക്കും. സാർ, എന്താ ഫോൺ? നീ ഗെയിം കളിച്ചു കഴിഞ്ഞോ? ഇല്ല സാർ. പോയി കളിച്ചിട്ടേക്ക് വാ. ആദ്യം കോൾ എടുത്ത് സംസാരിക്ക്, എന്നിട്ട് കളിക്കാം. കോളോ? അതെ, ഞാൻ ഗെയിം കളിക്കുന്നതിനിടയില് കൈ തട്ടി കോള് റിസീവ് ആയി. ആരാ വിളിക്കുന്നത്? ആരതി ചേച്ചിയാ. ആരതി വിളിക്കുന്നു? അയ്യോ പ്രീതു, എന്റെ ഭാര്യ വിളിക്കുന്നത്. ഏയ് കൂളായിട്ടിരിക്കളിയാ. ഭാര്യയുടെ അടിമയായിട്ട് ഇരിക്കരുതെന്നൊക്കെ പറയാനായിട്ടൊക്കെ ഈസിയാ, പക്ഷെ അത് പ്രാവർത്തികമാക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാ. ഇപ്പൊ മനസ്സിലായോ? ആ മനസ്സിലായി. ഞാനിപ്പോ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്തോ. ഡോൺ വറി, ഞാൻ എങ്ങനെ ആക്ട് ചെയ്തോ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതിയെന്നേ. ഹലോ ആരതി, ഇവിടെ എന്ത് ചെയ്യാ? നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്ന? നീ എന്റെ സാറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തിട്ട് എനിക്ക് ശരിക്കും ചിരി വരിക. അല്ല, എന്റെ സാറിന് വേറൊരു പെണ്ണിനെ കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തില് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അതെന്താണെന്ന് അറിയോ? എന്റെ ആദ്യ സാറിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പൊ ഐശ്വര്യ തന്നെ മുന്നിൽ വന്ന് നിന്നാലും എന്റെ സാറിന് മനസ്സ് മാറില്ല. ആദ്യം അമ്മ കണ്ടുപിടിച്ച പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം അന്ന് കല്യാണം കഴിക്കാൻ സമ്മതിച്ചേ. ആ കുട്ടിയെ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയോ? എന്റെ സാറിനെ മയക്കാൻ ആ കുട്ടി എന്തുമാത്രം ശ്രമിച്ചു എന്നറിയോ? പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ആദ്യ സാർ അവളെ മൈൻഡ് പോലും ചെയ്തില്ല. നിനക്കറിയോ, ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ആ കല്യാണം നടക്കാതെ പോയത്. ആ സമയത്താ അദ്ദേഹം മനസ്സുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ആ കണ്ണിന്റെ ഉടമ ഞാനാണെന്ന് അറിയുന്നത്. ഇനി കല്യാണം കഴിച്ചാ അത് എന്നെ തന്നെ ആയിരിക്കുമെന്ന് അതോടെ തീരുമാനിച്ചു. ഇപ്പൊ കാണിക്കുന്നതൊക്കെ എന്നോട് ചെറിയ ദേഷ്യമുള്ളതുകൊണ്ടാ. അതിന്റെ പേരിൽ വേറെ പെണ്ണിന്റെ അടുത്ത് പോവോ? അതുകൊണ്ട് നീ പറഞ്ഞതൊക്കെ കേട്ടപ്പോ എനിക്ക് ദേഷ്യമല്ല, ചിരിയാ വരുന്നത്. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. ഒരുപാട് ചിരിക്കണ്ട. നമ്മൾ ഈ ആണുങ്ങളെ ഒരിക്കലും 100% വിശ്വസിക്കാൻ പാടില്ല. അവരൊക്കെ ചില സമയം എല്ലാം മറന്ന് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കാമുകന്മാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. സ്റ്റാർട്ടിങ്ങിൽ എന്തൊരു പ്രണയമായിരുന്നു നമ്മളോട്. നമ്മളല്ലാതെ വേറെ ലോകം ഇല്ലാന്നൊക്കെയാ നമ്മളോട് പറഞ്ഞ്. എന്നിട്ടിപ്പോ
നമ്മൾ ചെയ്ത ഒരു ചെറിയ തെറ്റുപോലും ക്ഷമിക്കാൻ പറ്റാതെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നവര്. അപ്പോ ആൺകുട്ടികൾക്ക് പ്രണയം തുടങ്ങുന്ന സമയത്ത് മാത്രമേ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, പിന്നെ അതുണ്ടാവില്ല. നോക്കമ്മോ, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും അറിയില്ല. പക്ഷേ എന്റെ ആദ്യ സാറ് വളരെ നല്ലവനാണെന്ന് മാത്രം എനിക്കറിയാം. സാറിന് എന്നോടുള്ള ദേഷ്യമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറും. രാവിലെ എന്നോട് ദേഷ്യപ്പെട്ട് ഇവിടുന്ന് പുറത്തിറങ്ങി പോയാലും കുറച്ചു നേരം കഴിയുമ്പോ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. എന്നിട്ട് രാവിലെ ആകുമ്പോ പാർവതി പാർവതി എന്ന് വിളിച്ച് എന്റെ പിന്നാലെ തന്നെ നടന്നോളും. നീ കണ്ടു? ആയിക്കോട്ടെ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഇവര് രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കാണാം.